أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ അനുഗ്രഹീതമായ ഒരു ദിവസമാക്കി തീർക്കുമാറാകട്ടെ. ഒരുപാട് സുഹൃതങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും പാത്രമാകുന്ന സർവ്വവിധ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൽ നിന്നുമുള്ള ശാന്തിയും സമാധാനവും സലാമത്തും ഹിമായത്തും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസികൾ പരസ്പരം അവരുടെ ഇടയിൽ സാഹോദര്യവും സൗഹാർദ്ദവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു വെച്ച പല ഉത്ബോധനങ്ങളും ഹദീസുകളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം വർദ്ധിപ്പിക്കണമെന്നും സലാം പറയണമെന്നുമുള്ള ഉത്ബോധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബ്ദില്ലാഹി യഅനി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അസ്സലാമു ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല വളഅഹു ഫിൽ അർദ് فأبشوه بينكم فإن الرجل المسلم إذا مر بقوم فسلم عليهم فردوه عليه كان له عليهم فضل درجة بتذكيره إياهم السلام فإن لم يرد عليه رد عليه മൻ ഹുവ ഖൈറും മിൻഹും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവ് കൊണ്ട് മൊഴിഞ്ഞ ഒരു ഹദീസാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത്. ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നും നിവേദനം പറയുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രവാചകൻ പറഞ്ഞു, അസ്സലാമു ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല. സലാം എന്നത്, അഥവാ നമ്മൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൽ നിന്നുമുള്ള രക്ഷ, സമാധാനം, ശാന്തി നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പറയുന്ന ആ ഇസ്മ, ആ ഒരു നാമം, അത് ഇസ്മും മിന അസ്മാഇല്ലാഹി തആല, അത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്നുള്ള ഉത്കൃഷ്ടമായ ഒരു നാമമാകുന്നു. വളഅഹു ഫിൽ അർദ്, അല്ലാഹു തആല ഭൂമിയിൽ ആ നാമത്തെ അല്ലാഹു അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഫഅഫ്ശുഹു ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, നിങ്ങൾ പ്രചരിപ്പിക്കണം. ഫഇന്നർ റജുലൽ മുസ്ലിമ ഇദാ മറ ബിഖൗമിൻ, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിൽ കൂടി അദ്ദേഹം നടന്നു പോകുകയും എന്നിട്ട്
ഫസല്ലമ അലൈഹിം, ആ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സലാം പറഞ്ഞു, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആ മുസ്ലിമായ മനുഷ്യൻ ആ ജനങ്ങൾക്ക് സലാം പറയുകയും ചെയ്താൽ, ഫറദ്ദു അലൈഹി, അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞ ആ സലാമിന് ആ ജനങ്ങൾ സലാം മടക്കുകയും ചെയ്തു, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് വലൈക്കും അസ്സലാം എന്ന് പറയുകയും ചെയ്താൽ ആ ജനങ്ങൾ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ കാനലഹു അലൈഹിം ഫളുലു ദറജത്തിൻ, ഈ മനുഷ്യൻ അഥവാ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് നടന്നു പോകുമ്പോൾ ആ സലാം പറഞ്ഞ ആ മനുഷ്യന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവി ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കും. എന്തിനു വേണ്ടിയാ? ബി തദ്കീരിഹി, ഈ സലാം അവിടെ പറഞ്ഞത് കാരണം, അഥവാ ആ ജനങ്ങളെ ഉണർത്തിയത് കാരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ആ സലാം ആ ജനങ്ങളുടെ ഇടയിൽ അതിനെ ഓർമ്മപ്പെടുത്തിയത് കാരണം ഈ മുഅ്മിനായ ഈ വിശ്വാസിയുടെ ദറജയെ അള്ളാഹു ഉയർത്തിക്കൊടുക്കും എന്നാണ് ഈ ഹദീസ് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇല്ലം യറുദ്ദു അലൈഹി, ഇനി ആ സലാം പറഞ്ഞ മനുഷ്യന്, അവിടെ നിന്ന മനുഷ്യർ, ആ ജനസമൂഹം മറുപടി പറഞ്ഞില്ല എങ്കിൽ റദ്ദ അലൈഹി മൻ ഹുവ ഖൈറും മിൻഹും, ഇനി ആ മനുഷ്യൻ സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന മനുഷ്യർ സലാം മടക്കിയില്ല എങ്കിൽ ആ മനുഷ്യരെക്കാൾ ഉത്തമമായ ഒരു വിഭാഗം മലക്കുകൾ ഈ മനുഷ്യൻ്റെ സലാമിന് മറുപടിയായി വലൈക്കും അസ്സലാം എന്ന് പറയുന്നതാണ് എന്നാണ് ഈ ഹദീസ് ഉണർത്തുന്നത്. അപ്പോൾ സലാം പറയുന്നത് കൊണ്ട് ആരാണോ ആദ്യം സലാം പറയുന്നത് അവരുടെ ദറജയാണ്, അവരുടെ പദവിയാണ് അള്ളാഹു ഉയർത്തി കൊടുക്കുന്നത്. സലാം ഇനി മടക്കിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ സലാം പറഞ്ഞ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മലക്കുകൾ പറയുമെന്നാണ് ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത്, ഉത്ബോധിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ബഹുമാനികളെ, നാം മനസ്സിലാക്കേണ്ടത്, സലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങളിൽ നിന്നുള്ള ഒരു നാമമാണ്. അതിൻ്റെ അർത്ഥം തന്നെ സലാം, അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി, സമാധാനം, സൗഖ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. അത് മടക്കുമ്പോൾ വലൈക്കും അസ്സലാം, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നതാണ് ആ വാക്ക് അർത്ഥമാക്കുന്നത്. അത് വ്യാപിക്കണം, വ്യാപിപ്പിക്കുകയും അതിലൂടെ നമ്മളുടെ ഇടയിലുള്ള സാഹോദര്യ ബന്ധം അത് ഊട്ടി ഉറപ്പിക്കുവാൻ ഇത് കാരണമായി തീരും എന്നുള്ളതാണ്. ഇനി ശത്രുവായാലും, നമ്മുടെ ശത്രുവാണെങ്കിലൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള നമുക്ക് വ്യക്തിപരമായോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട്, നമ്മൾ ശത്രുതയിലാണ് കഴിയുന്നത് എങ്കിൽ കൂടിയും നമ്മൾ അവരെ കാണുമ്പോൾ സലാം പറയുക എന്നുള്ളത് വളരെ പുണ്യകരമാണ്. മാത്രവുമല്ല അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ അത് കാരണമാണ്. ഇനി നമ്മളെ ഒരു ശത്രു, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ സലാം പറഞ്ഞിട്ടും അദ്ദേഹം ആ ഈർഷ്യതയും ആ വൈരാഗ്യവും കാരണം സലാം മടക്കിയില്ല എങ്കിലും നമ്മൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ സലാമിന് അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ സലാം അടക്കുകയും അതിലൂടെ നമ്മൾ പ്രതിഫലാർഹരായി തീരും, പ്രതിഫലം ലഭിക്കുന്നവരായി, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്നവരായി തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പരസ്പരം കാണുമ്പോൾ സലാം പറയുകയും സലാം മടക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇടയിലുള്ള സൗഹാർദ്ദവും സാഹോദര്യ ബന്ധവും ഐക്യവും ഊട്ടി ഉറപ്പിക്കുവാൻ അത് കാരണമാണ്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും പരസ്പരം കാണുമ്പോൾ സലാം പറയുക എന്നുള്ളത് അത് നമ്മുടെ ഇസ്ലാമിക സംസ്കാരമാണ്. അത് വർദ്ധിപ്പിക്കണം. തുടങ്ങുന്നതും നമ്മൾ ഏതൊരു കാര്യത്തെ അഭിമുഖീകരിച്ചാലും സലാം കൊണ്ട് തുടങ്ങുകയും അതുപോലെ തന്നെ സലാം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇസ്ലാമിക സംസ്കാരം നാം എല്ലാവരും മുറുകെ പിടിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ ഈ അനുഗ്രഹീതമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിൻ്റെ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുവാനുള്ള നന്മയായ ഒരു പ്രഭാതം അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ. നാം കേട്ട ഈ ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും
നമ്മുടെ മനസ്സുകൾക്ക് ഒരു പരിവർത്തനം ഉണ്ടാക്കുവാനും ഈ ഹദീസുകൾ നമ്മളുടെ ജീവിതത്തിൽ അഖില നിഖില മേഖലകളിലും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പ്രഭാതവും നല്ല സുഹൃതമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖും ഈ പ്രഭാതത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ബലാ മുസീബത്തുകൾ, എല്ലാവിധ ഷർറുകൾ, എല്ലാവിധ ഉപദ്രവങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ, എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതൃപ്തിക്കും കോപത്തിനും ശാപത്തിനും പാത്രമാകുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ലൊരു പ്രഭാതം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.